അബ്ദുറഹീം നാട്ടിലേക്ക് തിരിച്ചു വന്നതിന് ശേഷമുള്ള ചില കാഴ്ചകൾ കുറച്ച് ഓവറായി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഈ പറയുന്നതിൽ കാര്യമുണ്ട്. നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മുഴുവനായിട്ടും കണ്ടു നോക്കുക. അവസാന ഭാഗം വരെ കേട്ടതിന് ശേഷം ഞാൻ പറഞ്ഞ കാര്യത്തിനോട് നിങ്ങൾക്ക് യോജിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ നിങ്ങൾക്കും അതും പങ്കുവെക്കാവുന്നതാണ്. പക്ഷെ ഞാൻ പറയുന്നത് കൃത്യമായിട്ടുള്ള കാര്യമാണ് എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ മനസ്സിലാവും. നിങ്ങൾക്ക് വീഡിയോ അവസാനം ഭാഗം വരെ കേൾക്കണമെന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്താണ്? അതായത് ഈ അടുത്ത് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. വളരെ സന്തോഷമുള്ള കാര്യമാണ്. അബ്ദുറഹീം നാട്ടിലേക്ക് തിരിച്ചു വന്നു, ശരി തന്നെയാണ്, കുടുംബത്തിൻ്റെ കൂടെ കഴിയുന്നുണ്ട്. ഉമ്മാൻ്റെ കണ്ണുനീര് നമ്മളൊക്കെ കണ്ടതാണ്. അതുകൊണ്ട് കേരള മലയാളികൾ ഒന്നടങ്കം ഐക്യത്തോട് നിന്ന് 34 കോടി രൂപത്തിന് മുകളിലായിട്ട് പണമൊക്കെ റെഡിയാക്കി ബ്ലഡ് മണി കൊടുത്ത് അവിടുന്ന് വധശിക്ഷയിൽ നിന്ന് റദ്ദാക്കി അതിനുശേഷം ശിക്ഷാ കാലാവധി കഴിഞ്ഞതിന് ശേഷം നാട്ടിലേക്ക് തിരിച്ചു വന്നു. ഇതൊക്കെ വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഹെൽപ്പിംഗ് നേച്ചറൊക്കെ ഉള്ള ഒരു വിഷയം കൂടിയാണ്. പക്ഷേ എനിക്ക് പറയാനുള്ള ചില കാര്യങ്ങളുണ്ട്. അതായത് ഈ അബ്ദുറഹീം നാട്ടിലേക്ക് തിരിച്ചു വന്നതിന് ശേഷമുള്ള ചില കാഴ്ചകൾ. അബ്ദുറഹീം നാട്ടിലേക്ക് വന്ന സമയത്ത് ഞാനൊരു വീഡിയോ ചെയ്ത് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതായത് അതിൽ ഞാൻ അബ്ദുറഹീമിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് സംസാരിച്ചത്. അത് നല്ലൊരു കാര്യമാണ്, നാട്ടിലേക്ക് തിരിച്ചു വന്നു, ഉമ്മാൻ്റെ കൂടെ കുടുംബത്തിൻ്റെ കൂടെ ഇങ്ങനെ കഴിയുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതിനുശേഷം ചില വീഡിയോസൊക്കെ കാണുന്ന സമയത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വേണോ എന്നാണ് എനിക്ക് തോന്നിപ്പോയത്. അതിന് കാരണം എന്താണെന്ന് അറിയാം. അബ്ദുറഹീം വലിയൊരു നേട്ടം നേടിയിട്ടല്ല ഈ നാട്ടിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. ശരി തന്നെയാണ്, 20 കൊല്ലത്തോളം ശിക്ഷ അനുഭവിച്ചു, അതിനുശേഷം ഇവിടെ നാട്ടിലേക്ക് തിരിച്ചു വന്നു എന്നുള്ളത് ശരിയായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതേറ്റവും വലിയൊരു ടാലൻ്റായിട്ട് ഒന്നും ചെയ്തിട്ട് വന്ന ഒരാളല്ല. ഇപ്പോൾ എനിക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ കുറേ ആൾക്കാരൊക്കെ ഈ ഇനോഗ്രേഷനൊക്കെ റഹീമിൻ്റെ പേരൊക്കെ ഇട്ടിട്ടാണ് എനിക്ക് കാണാൻ വേണ്ടി കഴിയുന്നുള്ളത്. അത്രയും വലിയ സെലിബ്രിറ്റി ആവാനുള്ള എന്താണ് അവിടെ സാധ്യത, അല്ലെങ്കിൽ എന്താണ് ടാലൻ്റ് ഉള്ളത് എന്നാണ് എനിക്ക് ആദ്യമായിട്ട് ചോദിക്കാനുള്ളത്. ചില വീഡിയോസൊക്കെ കാണിച്ചു തരാം. അദ്ദേഹത്തിനെ ആദരിക്കുന്നതായ വീഡിയോസും, ഷാൾ ഇടുന്നതും ഷാൾ അണിയിക്കുന്നതും അതേപോലെ സ്റ്റേജിലേക്ക് കൊണ്ടുപോകുന്നതും ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നടക്കുന്നുള്ളത്. ഇതൊക്കെ ശരിയാണോ? നാട്ടിലേക്ക് തിരിച്ചു വന്നതിന് ശേഷം അബ്ദുറഹീമിൻ്റെ പാടിലേക്ക് ഇങ്ങനെ പോകുന്നതല്ലേ ശരി? അതിനെ ഈ ജനങ്ങൾ ഇങ്ങനെ കൊണ്ടു നടക്കുക എന്തിനാണ്? അത് എന്ത് നേട്ടമാണ് നേടിയിട്ടുള്ളത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അബ്ദുറഹീം തന്നെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് അബ്ദുറഹീം പറയുന്ന വാദപ്രകാരം, അതായത് ഞാൻ ഇങ്ങനെ തുപ്പിയ സമയത്ത് ഇങ്ങനെ അടിച്ചതാണ്, അപ്പോൾ കഴുത്തിലേക്ക് കൊണ്ടതിന് ശേഷമാണ് ആ കുട്ടി അവിടെ മരണപ്പെട്ടത് എന്ന രീതിയിലൊക്കെ അവിടെ പറയുന്നുണ്ട്. അപ്പോൾ അത് പേഴ്സണലായിട്ട് അദ്ദേഹത്തിന് അറിയാം എന്താണ് അവിടെ സംഭവിച്ചതെന്ന്. പക്ഷെ നമ്മൾ കണ്ട ദൃഷ്ടിയിൽ മുഖേന, അതായത് അബ്ദുറഹീം ഒരു കുറ്റകൃത്യം ചെയ്ത് തന്നെയാണ് ഈ നാട്ടിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊരു സ്വാഭാവികമായിട്ട് സംഭവിച്ച ഒരു കാര്യമായതുകൊണ്ട് ജനങ്ങളെല്ലാവരും ഏറ്റെടുത്തു എന്നുള്ളത് സത്യം തന്നെയാണ്. ഇതിൻ്റെ പിന്നിൽ മറ്റുള്ള സത്യങ്ങൾ എന്തൊക്കെയാണ് മറച്ചു വെച്ചിട്ടുള്ളത് എന്നൊന്നും നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്ത് നാട്ടിലേക്ക് തിരിച്ചു വന്നതിന് ശേഷം അദ്ദേഹത്തെ കൊണ്ടു നടക്കേണ്ട ഒരു കാര്യവും ഇല്ല എന്നാണ് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയൻ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് പറയാവുന്നതാണ്. കുടുംബത്തിനോട് കഴിയുന്നതും അതേപോലെ നാട്ടിലെ ആൾക്കാർ ഉമ്മാൻ്റെ കൂടെ കഴിയുന്നതും ഒക്കെ നമ്മൾക്ക് വളരെ സന്തോഷമാണ്. പക്ഷേ ഇതൊക്കെ കുറച്ച് ഓവറായി പോയില്ല എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഞാൻ നിങ്ങൾക്ക് ഓരോരോ വീഡിയോസായിട്ട് ഇങ്ങനെ ഇട്ട് തരാം. അതൊന്നും നിങ്ങൾ കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന്. ഇത് ഞാൻ ആദ്യമായിട്ട് നിങ്ങൾക്കൊരു വീഡിയോ പ്ലേ ചെയ്ത് കേൾപ്പിച്ചു തരാം. ഇതിൽ അബ്ദുറഹീം പറയുന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ കേട്ട് നോക്കണം. കഴിഞ്ഞ വീഡിയോൻ്റെ അകത്ത് ഞാൻ ശരിക്കും ആ വീഡിയോ ഒക്കെ കാണിച്ചു തന്നിട്ടില്ലായിരുന്നു. ഇതിൽ ഞാൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് ഫേസ്ബുക്കിൽ വളരെയധികം റണ്ണായിട്ടുണ്ട് എൻ്റെ വീഡിയോസ്. അപ്പോൾ ഞാൻ കേൾപ്പിച്ചു തരാം. വണ്ടി ഓടിക്കുന്ന സമയത്ത് സ്പോൺസറുടെ മകനാണ് തൊട്ടടുത്തുണ്ടായത്. അവനാണ് മരണപ്പെട്ടത്. സിഗ്നൽ കട്ട് ചെയ്യാൻ വേണ്ടി റിക്ഷയിലാണ് പോയത്. വണ്ടി ഓടിക്കുന്ന സമയത്ത് സ്പോൺസറുടെ മകനാണ് തൊട്ടടുത്തുണ്ടായത്. അവനാണ് മരണപ്പെട്ടത്. സിഗ്നൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ട ഒരു സാഹചര്യം. റെഡ് സിഗ്നൽ കട്ട് ചെയ്യാൻ വിശ്രമിച്ച് അവൻ ദേഷ്യപ്പെട്ടു. ഭാഷകൾ കുറച്ച് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ദേഷ്യപ്പെടുന്ന ഒരു വ്യക്തി സ്വയം മനസ്സിലാക്കാത്ത ദേഷ്യത്തിലാണ് ഏത് ഭാഷ ആയാലും. വണ്ടി എടുക്കാത്തതിന്റെ പേരിൽ അവൻ തുപ്പിയതാണ്. ഒരു സമയത്ത് കൈവീശാണ് മുഖത്തിന്. പക്ഷെ തല കുറച്ച് പൊക്കി കഴുത്തിലെ അടി കൊണ്ടത്. പിന്നീട് അറിയാൻ പറ്റും അവന് വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ഓപ്പറേഷൻ ചെയ്ത ഉണ്ടായിരുന്നു. മുഖത്തോട്ട് അടിയാവും. റിക്ഷയിലാണ്. ഈ ഒരു കാര്യം കേട്ടപ്പോൾ നിങ്ങൾ മനസ്സിലായല്ലോ എന്താണ് സംഭവിച്ചിട്ടുണ്ടായിരുന്നതെന്ന്. ഇതൊക്കെ ഞാൻ കാണിക്കുന്നുള്ളത് നിങ്ങൾ അല്പമെങ്കിലും ബുദ്ധിയുള്ളവർ, ബോധമുള്ളവരാവുക എന്ന് വേണ്ടിയിട്ടാണ്. ഓക്കെ, മറ്റൊരു വീഡിയോ കാണിച്ചു തരാം. ഇത് ഷാൾ അണിയിക്കുന്ന വീഡിയോ.
അതാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. പിന്നെ മറ്റേ നമ്മുടെ അനിൽ മുഹമ്മദ്, അദ്ദേഹത്തിന് വേറെ കാര്യത്തിൽ എനിക്ക് യോജിപ്പില്ലെങ്കിലും ഞാൻ ഈ ഒരു കാര്യത്തിനോട് അദ്ദേഹത്തിന് യോജിക്കുന്നുണ്ട്. കാരണം അദ്ദേഹം പറയുന്ന ചില വാക്കുകളുണ്ട്, കൃത്യമായിട്ടുള്ള വാക്കുകളുണ്ട്. ഞാൻ നിങ്ങൾക്ക് അതും കൂടി കേൾപ്പിച്ചു തരാം. ഈ വീഡിയോ നിങ്ങൾ എന്തായാലും മുഴുവനായിട്ട് കാണണം കേട്ടോ. ഇതിൽ ഞാൻ കുറേ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. ഇതൊക്കെ വീഡിയോ ചെയ്യാനുള്ള ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ, ഈ അടുത്ത് ഞാൻ ഫേസ്ബുക്കിൽ ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ ഒരു വീഡിയോ ഏകദേശം കുറേ ആൾക്കാരൊക്കെ 10,000 ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ട്. അതിൽ കുറേ ആൾക്കാർ കമൻറ്റ് ഇട്ടിട്ടുണ്ട്. അതിലൊരു ആ വ്യക്തി എനിക്ക് കോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. ട്രൂ കോളറിൽ ഖത്തർ നിന്നാണെന്ന് കാണിക്കുന്നുള്ളത്. അപ്പോൾ ചില ബിസിയൊക്കെ ആയിരുന്നു. ആ സമയത്ത് എനിക്ക് ശരിക്കും മിണ്ടാൻ പറ്റിയില്ല. ആ ഒരു ആൾ എന്നോട് കുറേ കാര്യങ്ങൾ ഇങ്ങനെ പങ്കുവെച്ചു. അപ്പോൾ അദ്ദേഹമൊക്കെ പല കാര്യങ്ങൾ എന്നോട് ചോദിച്ചു, കുറേ വീഡിയോസൊക്കെ അയച്ചു തന്നു. അദ്ദേഹം അയച്ചു തന്ന വീഡിയോസാണ് ഇതൊക്കെ. അയച്ചു തന്നിട്ട് ചോദിച്ചു, അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ഇതൊക്കെ ശരിയാണോ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ? അദ്ദേഹം വലിയൊരു എന്തെങ്കിലും നല്ലൊരു ഹെൽപ്പിംഗ് നേച്ചർ അവിടെ നടത്തിയിട്ട് അല്ലെങ്കിൽ വലിയൊരു ടാലൻറ്റ് ഉണ്ടാക്കിയിട്ടല്ലല്ലോ ഈ നാട്ടിലേക്ക് വന്നത്. അദ്ദേഹത്തിന് കൊണ്ടു നടക്കേണ്ട ഏതൊരു കാര്യമില്ലല്ലോ എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ വീഡിയോസൊക്കെ ഞാൻ അദ്ദേഹം അയച്ചു തന്നതിന് ശേഷമാണ് ഇതൊക്കെ കാണാൻ വേണ്ടി എനിക്ക് ഇടയായത്. ഓക്കെ, അനിൽ മുഹമ്മദിൻ്റെ അദ്ദേഹത്തിൻ്റെ ചില വാക്കുകൾ ഞാൻ കേൾപ്പിച്ചു തരാം. കുറ്റകൃത്യവും ചെയ്ത പൂർണ്ണമായും ശിക്ഷ അനുഭവിച്ച ഒരു പ്രതിയെ ആഘോഷപൂർവ്വം പൊന്നാട അണിയിക്കുന്നതും നമ്മുടെ നജീബ് കാന്തപുരത്തിനെ പോലെയുള്ള MLAയുടെ അടുക്കലേക്ക് ചെന്ന് കെട്ടിപ്പിടിച്ച് റീലുകളായി പ്രവഹിക്കുന്നതും കാണുമ്പോൾ ലജ്ജ തോന്നുന്നുണ്ട്. ഈ പറഞ്ഞ നജീബിനെയും അതുപോലെ തന്നെ MK രാഘവൻ MPയെയും ഒക്കെ പറയുന്നതിനേക്കാൾ ഇതിനിടയിൽ കുറച്ച് ആളുകൾ നിന്ന് ഈ മാനേജ്മെൻറ്റും സംവിധാനവും ഒക്കെ ഒരുക്കി വരുന്നുണ്ട് എന്ന് പറഞ്ഞ് പൊന്നാടയും വാങ്ങിക്കൊടുത്ത് പൂച്ചെണ്ട് വാങ്ങിക്കൊടുത്ത് അതൊക്കെ പ്രസിദ്ധീകരിക്കാൻ യാതൊരു ലജ്ജയും ഉളുപ്പുമില്ലാത്ത ഒരു സമൂഹത്തെ കാണുമ്പോൾ വല്ലാത്ത ദുഃഖം തോന്നുന്നു. ഒന്നെങ്കിൽ വാങ്ങുന്നവന് തോന്നണം, അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ നിൽക്കുന്നവന് തോന്നണം. നൽകുന്ന രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രശസ്തിയും വാർത്തയും ഉണ്ടെങ്കിൽ അവരേതും അതിൻ്റെ പിന്നാലെ പായും. പക്ഷേ ഇതൊരു ലജ്ജാകരമായ ഒരു സമൂഹത്തിൻ്റെ ധാർമ്മികതയെ വെല്ലുവിളിക്കുന്ന ഏറ്റവും അശ്ലീലമായ കാഴ്ചകളിൽ ഒന്നാണ് എന്നതാണ് സത്യം. ഓക്കെ, മറ്റൊരു ഞാൻ ഇസ്ലാമികപരമായിട്ടുള്ള ഒരു വിഷയം കൂടി കാണിച്ചു തരാം. അതിന് മുമ്പായിട്ട് ഒരു കാര്യം കൂടി പറയാനുള്ളത്, അബ്ദുറഹീമിന് ഇപ്പോൾ ഇനോഗ്രേഷനിലൊക്കെ ഗസ്റ്റായിട്ടൊക്കെ വിളിക്കാനൊക്കെ തുടങ്ങി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, ഏത് ലെവലിലേക്കാണ് എത്തിയിട്ടുള്ളത്. ഇതൊരു സ്കൂളിൻ്റെ ഇനോഗ്രേഷൻ ആണെന്ന് തോന്നുന്നു, ശരിക്കും അറിയില്ല. KMO ഓഡിറ്റോറിയമിലാണ് ഈ ഒരു ഫംഗ്ഷൻ നടക്കുന്നുള്ളത്. ജൂൺ 3-ാം തീയതി അല്ലേ അത് നടക്കുന്നുള്ളത്, ബുധനാഴ്ച. അതിൽ ചീഫ് ഗസ്റ്റായിട്ട് വിളിച്ചിട്ടുണ്ട് അബ്ദുറഹീമിന്. ചിന്തിക്കുക, ഇതൊക്കെ ഞാൻ എൻ്റെ പേഴ്സണലായിട്ട് ഒപ്പീനിയൻ. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് പറയാം. ഞാൻ നോർമലായിട്ട് എൻ്റെ മൈൻഡിൽ തോന്നിയ കാര്യങ്ങളാണ് ഞാനിവിടെ വിളിച്ച് പറയുന്നത്. ഇനി നിങ്ങൾ ആരെതിർത്താലും കുഴപ്പമില്ല എനിക്ക്. ഓക്കെ, ഞാൻ ഈ ഒരു വീഡിയോ കൂടി കാണിച്ചു തരാം, ഇസ്ലാമികപരമായിട്ട് ഇതിൻ്റെ വിധി എന്താണെന്ന്. ഒരു ഉസ്താദിൻ്റെ വീഡിയോ ആണ്. ഞാൻ പൂർണ്ണമായിട്ടും കാണിക്കുന്നില്ലെങ്കിലും കുറച്ചായിട്ടാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. ഓക്കെ, അനിൽ മുഹമ്മദ് പറഞ്ഞതാണ് ശരി. എന്തിനാണ് റഹീമിനെ നാട്ടിലുടനീളം കൊണ്ടു നടന്ന് താരപരിവേഷം നൽകി പൊന്നാട അണിയിച്ച് സ്വീകരിച്ച് ഒരു വീരകൃത്യം ചെയ്ത ജേതാവിനെ പോലെ വലിയ സ്വീകരണങ്ങളെല്ലാം ഒരുക്കി ആയിരങ്ങൾ ദർശിക്കാനെത്തി റോഡുകളൊക്കെ ബ്ലോക്കാക്കുന്നത് എന്ന അനിൽ മുഹമ്മദിന്റെ ചോദ്യം പ്രസക്തമാണ്. എന്നാൽ കൊലപാതകത്തിന്റെ സ്വഭാവം പറയുന്നതിൽ അനിൽ മുഹമ്മദിന്റെ നിരീക്ഷണത്തോട് യോജിക്കാൻ കഴിയുന്നില്ല. പ്രായത്തിന്റെ അപക്വത കാരണം അയാളിൽ നിന്നുണ്ടായ മനഃപൂർവ്വമായ കൊലപാതകമായിരുന്നു അത് എന്ന നിരീക്ഷണം തെളിവില്ലാത്തത് കൊണ്ട് നമുക്ക് സ്വീകരിക്കാൻ കഴിയില്ല. എന്നാൽ അബദ്ധത്തിൽ പറ്റിപ്പോയതാണെന്ന റഹീമിന്റെ ഒരു വാദം മുൻനിർത്തി അതിൽ പല സംശയങ്ങളും അവശേഷിക്കുന്നതിനാൽ അതേ പ്രകാരം സ്വീകരിക്കാനും നമുക്ക് തെളിവില്ല. അതിനാൽ കൊലപാതകത്തിന്റെ സ്വഭാവം അബദ്ധത്തിലോ മനഃപൂർവ്വമോ എന്ന കാര്യം തീരുമാനിക്കാൻ നമുക്കാർക്കും കഴിയില്ല. ആ വഴി നമുക്ക് വിടാം. അതേസമയം നിയമത്തിന്റെ മുമ്പിൽ അയാൾ കുറ്റവാളിയാണ്, കൊലയാളിയാണ്. ആ നിലയിലാണ് ജയിലിൽ ഇക്കാലം അത്രയും കഴിഞ്ഞത്. റഹീമിന്റെ വാദപ്രകാരം അയാളിൽ നിന്നും അബദ്ധവശാൽ സംഭവിച്ച കൊലപാതകമാണെങ്കിൽ അദ്ദേഹം 2 കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഒന്ന് ദിയയാണ്. ദിയ എന്നാൽ ബ്ലഡ് മണി നൽകുക. അത് അബദ്ധവശാൽ സംഭവിച്ച കൊലപാതകമാണെന്ന് സമ്മതിക്കുന്ന പക്ഷം പ്രതിക്ക് ഒഴിവ് കഴിവുകളുണ്ട്. അപ്പോൾ പിന്നെ അയാളുടെ ആഖിലത്തുകളാണ് അത് നിർവഹിക്കേണ്ടത്. ആഖില എന്ന് പറഞ്ഞാൽ തൻ്റെ കുടുംബത്തിൽ അനന്തരാവകാശികളായി വരുന്ന അസബക്കാരായ ആളുകളാണ്. അതിൽ നിന്ന് ഉപ്പയും പുത്രനും ഒഴിവാണ് എന്നാണ് ഇസ്ലാമിന്റെ വിധി.
പിതാവും പുത്രനുമല്ലാത്ത അസബക്കാരായ മറ്റുള്ള അനന്തരാവകാശികൾക്കാണ് ആഖിലത്തുകൾ എന്ന് പറയാം. ഈ ആഖിലകൾ 3 വർഷം കൊണ്ടാണ് ഈ ബ്ലഡ് മണി നൽകേണ്ടത്. 100 ഒട്ടകമാണ് കൊടുക്കേണ്ടത്. 5 ഇനം ഒട്ടകങ്ങളിൽ നിന്ന് ഓരോ ഇനത്തിൽ നിന്നും 20 എണ്ണം വീതം, അങ്ങനെ 100 ഒട്ടകമാണ് കൊടുക്കേണ്ടത്. ഈ കാലത്ത് അതിന് പ്രായോഗിക ബുദ്ധിമുട്ടുള്ളതിനാൽ അതാത് കോടതികളും മറ്റും തീരുമാനിക്കുന്ന നഷ്ടപരിഹാര തുകയാണ് കൊടുക്കേണ്ടത്. 34 കോടി രൂപയാണ് റഹീമിന്റെ കാര്യത്തിൽ പറഞ്ഞിട്ടുള്ളത്. അത് സമാഹരിച്ച് നൽകപ്പെട്ടത് വഴിയാണ് അദ്ദേഹത്തിന് മോചനം സാധ്യമായി നാട്ടിലേക്ക് എത്തിയത്. ഇങ്ങനെ ഒരു കുറ്റം ചെയ്തു അബദ്ധത്തിലാണെങ്കിൽ പോലും, ഇനി മനഃപൂർവ്വമാണ് അബദ്ധമാണെന്ന് റഹീമിനെ അറിയുകയുള്ളൂ. അത് റഹീമാണ് മനസ്സിലാക്കേണ്ടത്. അള്ളാഹുവിലെത്തുമ്പോൾ എന്തായിരിക്കും അയാളുടെ സ്ഥിതി എന്ന് അയാളാണ് ചിന്തിക്കേണ്ടത്. ഏത് വിധത്തിലാണെങ്കിലും ശരി, അല്പം സ്പീഡായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ജസ്റ്റ് കേട്ട് നോക്കിയാൽ മതി. അവിടെ നിന്നും നാട്ടിലേക്ക് വന്നപ്പോൾ ഒരു വീരകൃത്യം ചെയ്ത, സമൂഹത്തിനും നാടിനും നാട്ടുകാർക്കുമൊക്കെ എന്തോ നേട്ടങ്ങൾ ചെയ്ത ഒരു വീരേതിഹാസം സൃഷ്ടിച്ച ഒരു മഹാവീര പുരുഷനെ പോലെ നാടൊന്നാകെ അയാളെ സ്വീകരിക്കുന്നതിൽ ചില അസാംഗത്യങ്ങളുണ്ട്, അനൗചിത്യങ്ങളുണ്ട്. കാരണം അത് സമൂഹത്തിന് നൽകുന്നത് ഒരു തെറ്റായ സന്ദേശമായിരിക്കും. അതിലേറെ, അയാളെക്കാളേറെ സ്വീകരിക്കുവാനും പൊന്നാട അണിയിക്കാനും ആദരിക്കുവാനും ഏറ്റവും അനുയോജ്യമായത് അദ്ദേഹത്തിന് ആ 34 കോടി സമാഹരിക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങിയ ബോബിച്ചേട്ടൻ, ഗോഡ്സെ എന്ന് പറയുന്ന ആ മനുഷ്യ സ്നേഹിയാണ്. അയാളോട് സഹകരിച്ച മറ്റുള്ള ആളുകളുമാണ്. അവരെയാണ് നാം ഏറ്റവും കൂടുതൽ സ്വീകരിക്കുകയും ആദരിക്കുകയും ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് തന്നെ വേണമെന്നില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഇനി ചെയ്യുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഈ റഹീമിൽ എന്തൊരു പുണ്യമാണുള്ളത്, അയാളെ ഇങ്ങനെ വലിയൊരു സംഭവമാക്കി മാറ്റാൻ. ഇതിൽ നിന്ന് കിട്ടുന്നത് എന്ത് കുറ്റകൃത്യം ചെയ്താലും ശരി, അവരെയൊക്കെ സ്വീകരിക്കുവാനും രക്ഷപ്പെടുത്തുവാനും സമൂഹത്തിലെയും സമുദായത്തിലെയും പല നേതാക്കന്മാരും പ്രവർത്തകരും രാഷ്ട്രീയക്കാരും അധികാരികളും ഒക്കെ ഉണ്ടാകും. എല്ലാറ്റിൽ നിന്നും മലയാളി ജനം മുഴുവൻ തെറ്റുകുറ്റങ്ങൾ എന്ത് ചെയ്താലും രക്ഷപ്പെടുത്താൻ മുന്നിലുണ്ടാകും. വലിയ ആദരവും ബഹുമാനവും കിട്ടും. ഒരു പിന്നെ ചാനൽ കൂടെ തുടങ്ങിക്കഴിഞ്ഞാൽ ഫോളോവേഴ്സും അതുപോലെ സബ്സ്ക്രൈബ്സും ഒക്കെ ഇഷ്ടം പോലെ വന്ന് അത് തന്നെ ജീവിതമാർഗമാക്കി മാറ്റാൻ വരെ സാധിക്കുമെന്ന് പല ക്രിമിനലുകളും ചിന്തിക്കാൻ ഇടവരില്ലേ. സമൂഹത്തിനും സമുദായത്തിനും നൽകുന്ന തെറ്റായ സന്ദേശമാണിത്. അതുകൊണ്ട് കൊലയാളിയായ, അബദ്ധത്തിലാണെന്ന് സംബന്ധിച്ചാൽ തന്നെ ഒരു കൊലയാളിയും കുറ്റവാളിയുമായിരിക്കുന്ന ഒരാളെ ഈ വിധം സ്വീകരിക്കാൻ നിൽക്കുന്നത് ഒരു കാര്യം അല്ല എന്നാണ് എന്റെയും അഭിപ്രായം. ഇനി ഒരിക്കൽ നമ്മുടെ നിമിഷപ്രിയ എന്ന് പറയുന്ന ഒരു സഹോദരിയും കൂടെ വധശിക്ഷ വിധിക്കപ്പെട്ട് കിടക്കുന്നുണ്ടായിരുന്നല്ലോ. ഷെയ്ഖുന കാന്തപുരം ഉസ്താദ് ഇടപെട്ടത് വഴി അതിൽ നിന്നും അവർ മോചിതയായി. കൊലപാതകത്തിൽ നിന്ന് വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടു. അത് മനഃപൂർവ്വമുള്ള കൊലപാതകമാണ് എന്നാണ് പറയുന്നത്. അല്ല, എനിക്കതിൽ പങ്കില്ല എന്ന് അവരും പറയുന്നുണ്ട്. എന്തോ ആവട്ടെ, ഒരു കൊലപാതകത്തിന്റെ കാരണത്താൽ ശിക്ഷ അനുഭവിക്കുകയാണ്, വധശിക്ഷ വിധിച്ചിരിക്കുകയായിരുന്നു. അതിൽ നിന്നും കാന്തപുരം ഉസ്താദ് രക്ഷപ്പെടുത്തി എന്ന് പറയാം. ആത്യന്തികമായ ഫലം അങ്ങനെയാണ് വന്നത്. ഇനി അവർ അവിടെ നിന്ന് മോചിതയായി നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചെത്തിയാൽ നിമിഷക്രിയയെയും നാടാകെ കൊണ്ടു നടന്ന് റോഡുകളിലും അങ്ങാടികളിലും വലിയ സ്വീകരണങ്ങൾ ഒരുക്കി അവർക്കും പെണ്ണാടി അണിയിച്ച് ഒരു മഹാസംഭവമാക്കി മാറ്റുക. ഒരു കൊലയാളിയായിരിക്കുന്ന, കുറ്റവാളിയായിരിക്കുന്ന പ്രതിയെ മലയാളികൾ ഒന്നിച്ച് ആദരിച്ച് പൊന്നാടി അണിച്ച് സ്വീകരിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണേണ്ടി വരും. അവരെ വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി ഇടപെടലുകൾ നടത്തിയ കാന്തപുരം ഉസ്താദിനെ ഓക്കെ, ഏതായിട്ടും നിങ്ങൾ ഒരു അല്പം ബോധം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു കാര്യങ്ങളൊക്കെ. കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഇൻഷാ അല്ലാഹ് എന്നെ ഉണർത്തി തന്ന ആ ഒരു വ്യക്തിക്ക് ഏതായിട്ടും വളരെ നന്ദി. അല്ലാഹു അദ്ദേഹത്തിന് ദീർഘായുസ്സും ആഫിയത്ത് കൊടുക്കട്ടെ. ഞാൻ ആ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് അതിന് ശേഷം ഞാനൊരു ട്രിപ്പിലൊക്കെ ആയിരുന്നു. അത് പോയതിന് ശേഷമാണ് ഈ വീഡിയോ, ഞാനിപ്പോൾ നാട്ടിലേക്ക് എത്തിയതിന് ശേഷമാണ് ഈ വീഡിയോ ഒക്കെ കാണുന്നുള്ളതും ഇവർ വീഡിയോ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതും. ഓക്കെ, ഏതായിട്ടും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കാര്യത്തിനോട് യോജിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ മാക്സിമം എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ഞാൻ ഈ വീഡിയോ ഇങ്ങനെ എത്തിച്ചു കൊടുക്കുക, ഷെയർ ചെയ്യുക എന്നൊങ്ങനെ ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയങ്ങൾ മാത്രമാണ് ഞാൻ പറയാറുള്ളത്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ഞാൻ ഈ പറയുന്ന കാര്യത്തിനോട് നിങ്ങൾക്ക് യോജിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ഇൻഷാ അല്ലാഹ് ഞാൻ ഏതായിട്ടും ഇവർ വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഏതായിട്ടും അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും നിർത്തിവെച്ച് അല്പം ബോധമുള്ളവരായി ജീവിക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.